വർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയിൽ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു ദേവദാസനായിരുന്നു. ഭോപ്പാലിൽ കേന്ദ്രീകരിച്ച് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ചില ചുരുങ്ങിയ നാളുകൾ ഡൽഹിയിൽ ഞങ്ങളോടൊപ്പം FGCയുടെ പ്രവർത്തനങ്ങളിൽ മയൂർ ബഹാർ ചർച്ചിൽ കർത്താവിൻ്റെ ദാസനായിരുന്നു. കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ സമയത്ത് വീണ്ടും കേരളത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ AGയുടേതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ തന്നെ ആത്മാർത്ഥ ഭജന ഒന്നിച്ച് വീണ്ടും 2 സ്ഥലത്താണെങ്കിലും ഞങ്ങളുടെ മീറ്റിങ്ങുകളിലും ഞങ്ങളുടെ കോൺഫറൻസിലൊക്കെയും വന്ന് സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവഭക്തനാണ്. ദൈവം വിവിധ ഇടങ്ങളിൽ പൊതുശുശ്രൂഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് പകൽ, കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഇന്ന് പകലും നമ്മൾ പായങ്ങൾ തയ്യാറാക്കി ഈ സഭയുടെ നാമത്തിൽ പാസ്റ്റർക്ക് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. തുടർന്ന് കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. Praise the Lord, praise the Lord. സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹീതമായ വിശുദ്ധ പകലിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ 2 ദിനരാത്രങ്ങൾ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവസ്ഥലായിരിക്കുന്ന എല്ലാ കർത്തൃഭൃത്യന്മാരെയും ഞാൻ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ചർച്ചിലെ എല്ലാ എൽഡേഴ്സിനെയും വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു ഉമ്മൻ, പ്രിയ മാമ, അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചില വർഷങ്ങളായി ദൈവം ഞങ്ങൾക്ക് നൽകിയ ആത്മീക ബന്ധം അതൊരു ശാരീരിക ഭൗതിക ബന്ധങ്ങളെക്കാൾ ആഴമേറിയതാണ് ആത്മീക ബന്ധം. ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് FGCയുടെ പ്രവർത്തനങ്ങളിൽ ആയിരിക്കാനും ഞങ്ങൾക്കൊരുമിച്ച് അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാനും ദൈവദാസന്മാരുടെ ശുശ്രൂഷകളിൽ സംബന്ധിപ്പാനും ദൈവസഭയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ച് സഹകരിപ്പാനും ഒക്കെ ദൈവം അവസരം നൽകി. അന്ന് മുതൽ ഒരു വിട്ടുപിരിയാത്ത ഒരു ആത്മബന്ധം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യുവിനും കുടുംബമായും FGCയുമായും കർത്താവ് തരുവാനിടയായി തീർന്നു. FGCയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അനേക ആയിരങ്ങൾ അത് മുഖാന്തരം കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. അത് അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്ന് മുതൽ FGCയെ അടുത്തറിഞ്ഞു അന്നു മുതൽ ആ ബന്ധം ഇന്നു വരെ കാത്തു സൂക്ഷിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ കർത്താവിൻ്റെ വരവ് വരെയും ആ ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തെ ആവോളം വിസ്തൃതമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ഒരു അപ്പോസ്തലനാണ്. തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ സഭ സ്ഥാപിക്കുവാനുള്ള ദൈവദാസന്മാരെ ഞാൻ തന്നോട് ചേർന്ന് നിൽക്കുവാനുള്ള മെയിനായിട്ടുള്ള കാരണം താൻ ദൈവദാസന്മാരെ അടുത്തറിയുന്ന ആളാണ്, പ്രോത്സാഹിപ്പിക്കുന്നയാളാണ്. അവരെ ഹൃദയംഗമായി അറിയുവാനുള്ള ഒരു പ്രത്യേക ദൈവിക കഴിവ് തനിക്കുണ്ട്. അതാണ് തന്നിലേക്ക് എന്നെ ആകർഷിക്കുവാനിടയായിത്തീർന്നത്. ഞാൻ അതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. കഴിഞ്ഞ 2 ദിനങ്ങളിലും രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ നമ്മെ പോഷിപ്പിക്കുവാനിടയായി തീർന്നു. ഇന്ന് ചുരുങ്ങിയ മിനിറ്റുകൾ നാം ദൈവവചനത്തിലേക്ക് പിന്നെയും കടന്നു പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാം. എത്ര പേർ പ്രാർത്ഥിക്കുമോ, കർത്താവേ നിന്റെ വചനം എന്നെ ഒന്ന് സന്ദർശിക്കണമേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ, എന്നെ ഒന്ന് ഉണർത്തണമേ. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിൽ നാം സന്തോഷിക്കരുത്. അത് കാക്കയും കേട്ടിട്ടുണ്ട്, കഴുതയും കേട്ടിട്ടുണ്ട്, പുഴുവും കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ദൈവ ശബ്ദം കേട്ടിട്ടുണ്ട്. എല്ലാ ക്രിയേഷനും ക്രിയേറ്ററുടെ ശബ്ദം കേൾക്കാം. പക്ഷേ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് അവൻ്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്
മോശ പ്രാർത്ഥിച്ചത്, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ അയക്കരുത്. അപ്പൊ നാം ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് മടങ്ങുമ്പോൾ ശബ്ദം കേട്ട് മടങ്ങുന്നവരായിട്ടല്ല, അവനെ അനുഭവിക്കുന്നവരായി തീരാൻ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായി തീരാൻ ഇടയാകണം. അങ്ങനെയാണ് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു പുഴുവായിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, മറിച്ച് നിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന മക്കളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെയും നാം ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ തന്നത് അപ്പന്റെ സാന്നിധ്യം അനുഭവിക്കാനാണ്, അപ്പനെ അനുഭവിക്കാനാണ്, അപ്പനെ രുചിച്ചറിയാനാണ്. ഇന്ന് പകൽക്കാലം അപ്പനുമായി ബന്ധമുള്ള ദൈവമക്കൾ നാവ് തുറന്ന് അപ്പനൊരു സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാനിത് പറയുമ്പോൾ ഒരു നാവും അടങ്ങിയിരിക്കരുത്, എല്ലാ നാവും തുറക്കണം. നമുക്ക് രക്ഷ കിട്ടിയത് നാവ് തുറന്നപ്പോഴല്ലേ? റോമർ 10:9 പറയുന്നു, വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ. എന്തേറ്റു പറയണം? യേശു എൻ്റെ രക്ഷകനാണെന്ന് ഏറ്റുപറയണം. അപ്പോൾ ഈ ആത്മീക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നാവ് തുറന്ന് നാം പറയണം. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ, എല്ലാവരും ഒന്ന് പറഞ്ഞ അധികാരം. അധികാരിയുടെ അധികാരം വാക്കില. അധികാരി ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ നിൽക്കും. അധികാരി, ഒരു കളക്ടർ പറഞ്ഞത്, ഞാൻ ഒറ്റ ഫോൺ ചെയ്താൽ ഈ പട്ടണത്തിൽ ഒരു വാഹനം കയറത്തുമില്ല, ഈ പട്ടണത്തിൽ നിന്ന് ഒരു വാഹനം പുറത്തു പോകത്തുമില്ല. എൻ്റെ ഒരൊറ്റ കോളിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി അധികാരികളെ കണ്ടിട്ടുണ്ട്. SDM, കളക്ടർ, SP, തഹസീൽദാർ. ഇവരിൽ ആരും മൂകനായിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. മുടന്തരായവരെ കണ്ടിട്ടുണ്ട്, കാലില്ലാത്തവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ വാക്കുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരധികാരിയും അധികാരത്തിൽ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം എക്കലീസ്യ എന്ന ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അവൻ്റെ അധികാരം നാവിലാണ്. ദൈവമക്കൾ പറഞ്ഞാൽ അത് സംഭവിക്കും. മരണവും ജീവനും അധരത്തിലുണ്ട്. നിന്റെ വാക്കുകൊണ്ട് തന്നെ നീ ന്യായം വിധിക്കപ്പെടും, നിന്റെ വാക്കുകൊണ്ട് തന്നെ വിടുതലുമുണ്ട്. മരണവും ജീവനും നാവിലുണ്ട്. വാക്കുകൊണ്ട് പറഞ്ഞാൽ അത് സംഭവിക്കും. ഞാൻ തകർന്നെന്ന് പറഞ്ഞാൽ തകർന്നു, ഇനി മുന്നോട്ടില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, എന്നാൽ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കും. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് സംഭവിക്കും. എല്ലാവരും നാവ് തുറന്ന് ശബ്ദിച്ച് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ടാണ് നാവ് തുറന്ന് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നാം ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കണം. Praise the Lord. There is power in the word. നമ്മുടെ ശബ്ദത്തിന് വചനത്തിന്, നമ്മുടെ വാക്ക് വചനമാണ്, അതിന് ശക്തിയുണ്ട്. നാം പറയണം. വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ വിഷയത്തിലേക്ക് ഞാൻ ഓടി വരട്ടെ. ആമേൻ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 19 വേഴ്സ് 6 and 7. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യം തിരുവചനത്തിന് വേഗത്തിൽ നമുക്ക് വായിക്കാം. മതി. കർത്താവിന് സ്തോത്രം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ വിലയേറിയ വചനത്തിനായി സ്തോത്രം. ഇന്ന് പകലിൽ ഈ വചനം ഞങ്ങളെ സന്ദർശിക്കണം, ഞങ്ങളെ ഒരുക്കണം, ഞങ്ങളുടെ അരമുറുക്കണം. ഞങ്ങളെ പിന്നെയും ശുഭ്രവസ്ത്രധാരികളായി, ബാഹ്യമായിട്ടല്ല ആന്തരികമായ ശുഭ്രവസ്ത്രധാരികളായി നീതി പ്രവൃത്തി കൊണ്ട് അലങ്കരിപ്പാനുള്ള ദൈവശക്തി ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. സകല കന്മഷവും നീക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ ഇനിയും നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, ഒരു കൂട്ടം ജനതയെ ഈ ഭൂമിയിൽ ഇനിയും കാണുകയില്ല. അതിവേഗം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു വലിയ കൂട്ടം ജനം ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടും. അതെപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ അത് സംഭവിക്കും. യേശു രണ്ടാമത് മടങ്ങി വരും. ബൈബിളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും
ഏതാണ്ട് 318 പ്രാവശ്യം യേശു രണ്ടാമത് വരുമെന്ന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുകയാണ്. 260 വാക്യങ്ങളിലായിട്ടാണ് നമുക്കത് കാണുവാനായി കഴിയുന്നത്. കഷ്ടം അനുഭവിച്ച മശിഹയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിനേക്കാൾ 2 ഇരട്ടി എഴുതിയിട്ടുണ്ട് വാഴുന്ന മശിഹയെക്കുറിച്ച്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിനേക്കാൾ ഏതാണ്ട് ഓൾമോസ്റ്റ് 2 ഇരട്ടി പ്രാവശ്യം എഴുതിയിരിക്കുന്നു കർത്താവ് രണ്ടാമത് മടങ്ങി വരും. യേശു ആദ്യം വരുന്നതിന് മുൻപ് പ്രവചിച്ച പ്രവചനങ്ങൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന അനേക പ്രവചനങ്ങൾ, ബേത്ലഹേമിലെ ജനനം, അവൻ്റെ മരണം, അവൻ്റെ കഷ്ടാനുഭവം, അതെല്ലാം പ്രവചനാത്മാവിൽ പ്രവാചകന്മാർ എഴുതിയെങ്കിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അനേക വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇന്ന് പകലിൽ ഞാൻ പറയുന്നത് നമ്മുടെ കർത്താവ് രണ്ടാമത് മടങ്ങി വരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അനേക പ്രവചന വാക്യങ്ങൾ പ്രവാചകന്മാർ ഒന്നിനു പുറകെ ഒന്നായി തിരുവചനത്തിൽ അത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കർത്താവായ യേശു രണ്ടാമത് മടങ്ങി വരും. പ്രൈസ് ദ ലോർഡ്. തിരുവചനത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുകയാണെന്ന് വായിക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സ് 20. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ, ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്തു. പറഞ്ഞതല്ല, അവൻ അരുളി ചെയ്തു. ഇത് സാക്ഷീകരിക്കുന്നവൻ ഞാൻ വീണ്ടും രണ്ടാമത് മടങ്ങി വരാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 1:11 യേശുവിൻ്റെ സ്വർഗാരോഹണം നോക്കി നിന്ന ആമേൻ ശിഷ്യന്മാരെ നോക്കി സ്വർഗത്തിലെ ദൂതൻ പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ യേശുവിനെ നിങ്ങൾ നോക്കി നിൽക്കുന്നതെന്ത്? അവൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. അവൻ രണ്ടാമത് മടങ്ങി വരും. പ്രൈസ് ദ ലോർഡ്. 2 പത്രോസ് 3:3 പറയുകയാണ്, ഇത് നമ്മുടെ വാഗ്ദത്ത വിഷയമാണ്. ആമേൻ. കർത്താവിൻ്റെ മടങ്ങി വരവെന്ന് പറയുന്നത് നമ്മുടെ വാഗ്ദത്ത വിഷയമാണ്. വാഗ്ദത്തമാണത്. ഞാൻ പോയതുപോലെ മടങ്ങി വരും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്, നാളെ സംഭവിക്കാൻ പോകുന്ന ഫ്യൂച്ചർ ഹോപ്പ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവാണ്. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ, വാഗ്ദത്തം. പ്രൈസ് ദ ലോർഡ്. 2, കർത്താവിൻ്റെ അരുളപ്പാടാണ് അവൻ മടങ്ങി വരുമെന്നുള്ളത്. യോഹന്നാൻ 14:28, യോഹന്നാൻ 14:1 ഈ വാക്യങ്ങളിലൊക്കെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ഈ ലോകത്തിലെ ഒരു ദൈവങ്ങൾക്കും മനുഷ്യനെ രക്ഷിപ്പാൻ ഒരു പദ്ധതിയില്ല. നീതിമാന്മാരെ തേടി ആരെങ്കിലും വന്നിട്ടുണ്ടായിരിക്കാം, ഒരു ജാതിയെ നോക്കി ആരെങ്കിലും വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ പാപത്തിൽ വീണുപോയ മുഴുവൻ മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടി ഒരുവൻ സ്വർഗത്തിൽ നിറങ്ങി വന്നു. അവന് മനുഷ്യനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അവന് മനുഷ്യനെ കുറിച്ചൊരു പ്ലാനുണ്ട്. തകർന്നവനെ, നശിച്ചവനെ, ഇല്ല എന്ന് പറയുന്നവനെ, നിന്നെ കുറിച്ചൊരു പദ്ധതി ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ രക്ഷകനായ യേശുവിനാണ്. അവൻ എന്നെ രക്ഷിച്ച ദൈവമാണ്. ഏത് തകർന്നവനെ കുറിച്ചും അവനൊരു പദ്ധതിയുണ്ട്. ഏതില്ലാത്തവനെ കുറിച്ചും അവൻ്റെ പദ്ധതിയുണ്ട്. തലമുറയായി ശാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചമാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അവൻ എന്നെ പ്രകാശിപ്പിച്ചെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. അവന്റെ തലമുറയെ പ്രകാശിപ്പിച്ചെന്ന് പറയുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. അവൻ എൻ്റെ ഭാവി പ്രകാശിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. യേശുവിനെ കൂടാതെ എനിക്കൊരു നന്മയുമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വരും. മൂന്നാമതായി അത് ദൈവജനത്തിൻ്റെ ഭാഗ്യമേറിയ പ്രത്യാശയാണ്. 1 വാഗ്ദത്തമാണ്, 2 അവൻ്റെ അരുളപ്പാടാണ്, 3 അവൻ നമ്മുടെ ഭാഗ്യമേറിയ പ്രത്യാശയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. 1 തെസ്സലോനിക്കർ 4:16 മുതലൊന്ന് വായിച്ചാട്ടെ, 13 മുതലൊന്ന് വായിച്ചാട്ടെ. തെസ്സലോനിക്ക സഭയ്ക്ക് മരിച്ചു പോകുന്നവരെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. What will be after the death? കോവിഡ് കാലത്ത് അനേക മനുഷ്യർ മാനുഷികമായി അവസാനം ഒരു യാത്രയപ്പ് ലഭിക്കാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എൻ്റെ വാത്സല്യ പിതാവ് എന്നെ ഓർത്തപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ്, വിശുദ്ധിയോടെ ജീവിച്ച് അനേകരോട് സുവിശേഷം പറയുന്ന, ധൈര്യത്തോടെ സുവിശേഷം പറയുന്ന എൻ്റെ പിതാവ് 95-ാമത്തെ വയസ്സിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് എല്ലാവരും നിൽക്കെ യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ ബെഡിൽ കയറി കിടന്ന് യാത്രയായി. ഭാഗ്യകരമായൊരു മരണമായിരുന്നു. എന്നെ ചിന്തിപ്പിച്ചു, എൻ്റെ പിതാവിൻ്റെ കൈകൾ, ശരീരം, ഉടൽ, ഇനിയും തൻ്റെ ആത്മാവ്, അടുത്തതെന്ത്? അന്ത്യചുംബനം നൽകി യാത്രയച്ചപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു, എൻ്റെ പിതാവ് എവിടെ? ഈ വചനം പറയുകയാണ്, മരിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. There is no confusion between. ഇതിനെക്കുറിച്ച് ഒരു ഡൗട്ട് നമ്മളിൽ ആർക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ, വളരെ പെർഫെക്റ്റ് ആയിട്ട് താൻ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ മരിച്ചവരെ കുറിച്ച് അറിവില്ലാതെ. വളരെ കഷ്ടതയ്ക്കൂടെ പോയൊരു സഭയാ തെസ്സലോനിക്ക സഭ. ഒരുപക്ഷേ വിശ്വാസത്തിന് വേണ്ടി പലരെ കൊന്നുകളഞ്ഞു. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഇരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ അറിയാതിരിക്കരുത്. എന്താണ് നിങ്ങൾ അറിയേണ്ടത്? മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. ചിന്തിച്ചേ മതിയാകൂ. പ്രത്യാശയില്ലാത്തവരായി നമ്മൾ കരയരുത്, പ്രത്യാശയില്ലാത്തവരായി നമ്മൾ ജീവിക്കരുത്. അപ്പോൾ അവിടെ പറയുകയാണ്, അടുത്തത് വായിച്ചാട്ടെ. ഇവിടെ നിദ്ര എന്നാ പറയുന്നത് കേട്ടോ. മരിച്ച വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ. അതൊക്കെ ഈ കഴിഞ്ഞ ദിവസത്തെ ഫാസ്റ്റിംഗ് പറയും ഞാൻ പറഞ്ഞു. ക്രിസ്തുവിൽ ജീവിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ 15:4 പറയുന്നത്, എന്നിൽ വസിപ്പീൻ. കൊലോസ്യർ 6:2-6 എന്നിൽ നടപ്പീൻ. ഇവിടെ പറയുകയാണ്, എന്നിൽ മരിച്ചവർ. ചുമ്മാ മരിച്ചവരല്ല, ലോകപ്രകാരം ഇഷ്ടത്തിന് ജീവിച്ചിട്ട് മരിച്ചവരല്ല, സാത്താനെ സേവിച്ചിട്ട് മരിച്ചവരല്ല, ലോകത്തിന് വേണ്ടി ഓടിയിട്ട് മരിച്ചവരല്ല. പിന്നെ ആർക്ക് വേണ്ടി മരിച്ചവരാ? ആർക്ക് വേണ്ടി ജീവിച്ചവരാ? ക്രിസ്തുവിന് വേണ്ടി. നാം ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ്. ജീവനോടിരുന്ന് ക്രിസ്തുവിനെ രുചിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചൊരു തലമുറ. ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് അടുക്കുവാൻ, ഒന്നുകൂടെ ഒന്ന് ക്രമീകരിക്കുവാൻ, ഒന്നുകൂടെ ഒന്ന് അടുത്തു വരുവാൻ, ഒന്നുകൂടെ അവനെ ഒന്ന് രുചിച്ചറിയാൻ, ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കാൻ, ഒന്നുകൂടെ ഒന്ന് സ്നേഹിപ്പാൻ നമുക്കിടയാകണം. നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ നിലവിളിക്കരുത്. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. അടുത്തത് നാം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കാൻ കാരണം എന്താണെന്നറിയാവോ? അവരെ വിളിക്കുന്ന വിളി ആദ്യം കർത്താവ് താൻ ഗംഭീര. അപ്പൊ ഈ ഗംഭീരനാദം മരിച്ചവരെ ഉയർപ്പിക്കാനുള്ളതാ.
കാകളമായിരുന്നു ആദ്യം കേട്ടിരുന്നെങ്കിൽ നമ്മൾ പോയനെ. കാകളം മൂന്നാമതാ. ആദ്യം ഏത് ശബ്ദമാ? ലാസറിന്റെ കല്ലറക്കത്തത് കാകളമൂതിയില്ല. അവൻ പറഞ്ഞു, ലാസറേ. മരിച്ചു കഴിഞ്ഞാൽ ആർക്കും ആരുടെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. ഭാര്യ ചെന്ന് തല്ലി അടിച്ചു കറി, എൻ്റെ അച്ചായ ഒന്ന് കണ്ണ് തുറക്കച്ചായ. ജീവിച്ചിരിക്കുമ്പോൾ കണ്ണ് തുറക്കും, പക്ഷെ മരിച്ചു കഴിഞ്ഞാലോ തുറക്കാൻ പറ്റിയാലെന്നേ. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റത്തില്ല, ആഗ്രഹമില്ല ഉണ്ടെങ്കിൽ പോലും പറ്റത്തില്ല. കാര്യം അവർക്ക് ഈ പറയുന്നത് ഇമോഷണൽ ആയിട്ട് ഇന്നലെ മേടിച്ചു തരാന്ന് പറഞ്ഞതല്ലേ. എഴുന്നേക്കുവോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. പക്ഷേ അവർക്ക് ഒരാളുടെ ശബ്ദം കേൾക്കാം, വേറെ ആരുടെ ശബ്ദം. പ്രിയ മക്കള് വന്ന് കരഞ്ഞാലും എഴുന്നേക്കത്തില്ല, പക്ഷെ ഒരാൾ പറഞ്ഞാൽ എഴുന്നേക്കും. ആരാന്നറിയാമോ? കർത്താവിന്റെ ഗംഭീര ശബ്ദം. റൂഷാമാന. കരങ്ങളെ ഉയർത്തിയോ ദൈവത്തെ സ്തുതിച്ചേ. ഷതറബ. കര ഉയർന്നു തന്നെ ഇരിക്കട്ടെ, കര ഉയർന്നു തന്നെ ഇരിക്കട്ടെ. കർത്താവിന്റെ ശബ്ദം, കർത്താവിന്റെ ശബ്ദം എൻ്റെ മരിച്ച പിതാവിനെ ആ കല്ലറയിൽ നിന്ന് ചീഞ്ഞഴിയ ശരീരത്തെ ഉയർപ്പിക്കും. 2, ഉയർത്തു വരുമ്പോ മധ്യാകാശത്തിൽ ഇവരെ തടയാൻ ലൂസിഫർ സംഘവും നിപ്പുണ്ട്. അപ്പൊ രണ്ടാമത്തെ ശബ്ദം ഏത് ശബ്ദമാ? പ്രധാന ദൂതന്റെ ശബ്ദം. മീഖായേൽ ഒരൊറ്റ ഊത്തൂതു. ഇവന്മാർ ജീവനും കൊണ്ടോടും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാ പറഞ്ഞത്, ഹേ മരണമേ, ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന. എവിടാ ജയം? അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ, അതിലേക്ക് പോകുന്നില്ല. കർത്താവ് നമുക്ക് ജയം തരും. അവസാനത്തെ ജയമാണത് കേട്ടോ. ഈ പാർത്ഥികമായ ശരീരം വിട്ട്, ഈ മൺമയമായ ശരീരം വിട്ട് വിൺമയമായത് ഞാൻ ധരിക്കും. മൂന്നാമത്തെ ശബ്ദം കാകളനാദത്തിന്റെ ശബ്ദം. ആ ശബ്ദം എന്തിനാണെന്നറിയാമോ? സഭ പുറപ്പെടാനാ. സഭ പുറപ്പെടാൻ. അതിവേഗം നമുക്ക് മുന്നോട്ട് പോകാം. സഭ പുറപ്പെടാൻ. എബ്രായർ 9:26-27 പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നുണ്ട്. ഒരിക്കൽ മരണമുള്ളതൊക്കെ ഉറപ്പാണ്. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി. സുറിയാനിയിൽ വിശുദ്ധന്മാരെന്ന് എഴുതിയിരിക്കുന്നിടത്ത് കൊടുത്തിരിക്കുന്ന പദം എന്താണെന്നറിയാമോ? അവൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി അവൻ വരുമെന്നാ. ആർക്ക് വേണ്ടി വരുമെന്നാണ്? അവൻ്റെ കുടുംബക്കാർ. അപ്പൊ ആരാ യേശുവിൻ്റെ കുടുംബക്കാര്? യേശുവായിട്ട് രക്തബന്ധമുള്ളവര്. ആരാ യേശുവായിട്ട് രക്തബന്ധമുള്ളവര്? അവനെ സ്വീകരിച്ചവര്, അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവര്, അവൻ്റെ രക്തമകത്തുറപ്പുള്ളവര്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ അകത്തൊക്കെ ഒരു തുള്ളലുണ്ടാകും, ഒരു ചാട്ടം. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, പ്രൈസ് ദി ലോർഡ്, ഈ പെന്തക്കോസ്തുകാര് ഈ പായിലിരുന്ന് കൈയടിക്കുമ്പോൾ ഈ ഇങ്ങനെ മേളോട്ടും താഴോട്ടും സ്പ്രിങ് പോലെ ആകുന്ന എന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ അതിലൊരാൾ ബുദ്ധിയോടെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ലോകം വേണ്ടേ, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ പൊങ്ങുന്നതാണ് താഴെ നിന്ന് പറഞ്ഞു. എന്നിട്ട് അവരിങ്ങനെ പൊങ്ങിയച്ചെന്നാ ഇരിക്കുന്നതെന്നാ പുള്ളി ചോദിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഇരിക്കാൻ കാരണം ഇങ്ങനെ പൊങ്ങി അങ്ങ് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നിട്ട് പറയും, മോനെ സമയമായാലും ഇച്ചിരും കൂടെ വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പം ഇച്ചിരും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുക, ഞങ്ങൾ പോകാനുള്ള സമയം അടുത്തന്നേ. പ്രൈസ് ദി ലോർഡ്. പറക്കാറായി പ്രാക്കളെ പോലെ നാം പറക്കും. നമ്മുടെ കർത്താവ് വരും, നാം രൂപാന്തരപ്പെടും, മരിച്ചവർ ഉയർക്കും, നാം അക്ഷയരായി രൂപാന്തരം പ്രാപിക്കും. ഊടാബാല ഹജ്ജമനമനമ. സ്തോത്രത്തോടെ ദൈവത്തിന് നന്ദി പറയാം. അടുത്തതായി കാത്തു നിൽക്കുന്ന. ആർക്ക് വേണ്ടിയാ വരുന്നേ? നോ, കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി. വിശുദ്ധന്മാർ നമ്മൾ പറഞ്ഞു സുറിയാനിയിൽ. ആരാ? കുടുംബക്കാര്, ഭവനക്കാര്. കർത്താവിന്റെ ഭവനക്കാരൊക്കെ ഒന്ന് കര ഉയർത്തി. ഈ ലോകത്തിൽ യേശുവിനെ കുറിച്ച് പറയാൻ നിനക്ക് നാണമാണെങ്കിൽ കർത്താവ് നിന്നെക്കുറിച്ച് എന്ത് ചെയ്യുന്ന പറയുന്നേ? അതുകൊണ്ട് അവൻ്റെ കുടുംബക്കാരാണ് ധൈര്യം. ഇവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാ? ബന്ധമുണ്ടെങ്കിൽ പറയത്തില്ലേ? ഹലോ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിൻ്റെ കുടുംബക്കാരാണെന്ന് എല്ലാവരോടും പറയണം. ധൈര്യം വേണം അതിന്. ഞാൻ ഐ ആം എ ബോൺ അഗൈൻ ക്രിസ്ത്യൻ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ കുടുംബക്കാരനാ. നാണിക്കരുത്, ഒരിടത്തും നാണിക്കരുത്.
കർത്താവിനെ കുറിച്ച് പറയാൻ നാണിക്കരുത്. ഞാൻ ഒരിക്കൽ ഒറീസയിൽ നിന്ന് മധ്യപ്രദേശിലേക്ക് പോകുമ്പോൾ പ്രൈസ് എൻ്റെ കൂടെ ഇരുന്ന കുറേ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ഒരാൾ വലിയ പൊട്ടൊക്കെ തൊട്ട് എൻ്റെ മുമ്പിലിരിക്കുക. അപ്പം എൻ്റെ ഉള്ളിൽ, അന്ന് ഞാൻ ചെറുപ്പമാണ്, സുവിശേഷ വേലയ്ക്ക് ഭോപ്പാലിലേക്ക് മധ്യപ്രദേശിലേക്ക് പോവുകയാണ് ഒറീസയിൽ നിന്ന്. എൻ്റെ ഉള്ളിലൊരു പ്രേരണ ബൈബിൾ എടുക്കുക. അപ്പം വലിയ ബൈബിൾ, ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ബൈബിളാണ്, ഒരു പെട്ടി വെച്ചെന്നറിയും. ഇത്രയും വലിയ ബൈബിളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രേരണ, ബൈബിൾ എടുത്ത് വായിക്കും. ഞാൻ പറഞ്ഞു, ഇത്രയും ജാതികൾ ഇരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ബൈബിൾ എടുത്ത് വായിച്ചാൽ ഒന്നീ തല്ലുകൊള്ളും, ഇല്ലെങ്കിൽ അവർ വല്ലതൊക്കെ പറയും. അതുകൊണ്ട് ചെറിയ ബൈബിളായിരുന്നേ വായിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് എനിക്കൊരു നാണം ബൈബിൾ തുറക്കാൻ. എല്ലാവരും ഇരിക്കുകയല്ലേ, പൊട്ട് തൊട്ടവരും എല്ലാത്തവരും ഇരിക്കുക. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിലിരുന്ന ആ പുള്ളിക്കാരൻ തൻ്റെ ബാഗ് തുറന്നു, ഒരു സഞ്ചി തുറന്നു, അതിനകത്തുനിന്നൊരു ന്യൂ ടെസ്റ്റമെൻ്റ് എടുത്ത് വെച്ച് വായിക്കുന്നു. ഞാൻ എൻ്റെ കാരണത്തിന് ടൊറടി കൊടുത്തു. നീ വലിയ ക്രിസ്ത്യാനിയാണെന്നല്ലേ പറയുന്നേ? നിന്നെ ലജ്ജിപ്പിക്കാൻ ഞാൻ ജാതികളെ എഴുന്നേൽപ്പിക്കും. നാണമല്ലേ? പേടിയല്ലേ? പ്രൈസ് ദ ലോർഡ്. അവൻ്റെ കുടുംബക്കാർക്ക് ധൈര്യമുണ്ട് കേട്ടോ. അടുത്തത്, അവനെ വേണ്ടി കാത്തിരിക്കണം. എന്നാ ചെയ്യണം? കർത്താവ് വരുമോ? എത്ര നാളായിട്ട് പറയുന്നു കർത്താവ് ഇതുവരെ വന്നില്ലല്ലോ. ഇനി വന്നില്ലെങ്കിലോ? ഒന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോട് പറയാവും വരുമെന്ന് പറ. എന്നോടല്ല, അടുത്തിരിക്കുന്ന ആളോട് പറ. പ്രൈസ്. കർത്താവ് വരുമെന്നേ. വരുമോ? ഞാൻ ഇവിടുത്തെ സഹോദരിമാരോട്, അമ്മച്ചിമാരോട് ചോദിക്കുക, അച്ചായൻ 4 മണിക്ക് വരുമെന്നും പറഞ്ഞ് പോയതാ, 6 മണിയായിട്ടും വന്നില്ല, 8 മണി വരെ നോക്കി വന്നില്ല. അച്ചാൻ ഇതുവരെ വന്നില്ലെങ്കിൽ ഇനി ആരെങ്കിലും ഫോൺ ചെയ്യും പറയും, ഇനി അച്ചാൻ വരികയല്ല എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 8 മണിക്കൂർ ലേറ്റ് ആയാലും അച്ചായൻ വരും. അച്ചാൻ ഇത് മറക്കാൻ പറ്റത്തില്ല. കുടുംബം വിട്ടേച്ച് പോകത്തില്ല. അവൻ വരും. യേശു മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. കാത്തു നിൽക്കണം. അവന് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടോ? ഒരു ഒരുക്കം നടക്കുന്നുണ്ടോ? പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ട് പോവാം, മക്കളെ 4 മണിയാകുമ്പോൾ ഞാൻ വരും, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം, നമുക്കിന്ന് റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ പിള്ളേർ എത്ര മണിക്ക് ഒരുങ്ങും? 3 മണിക്ക് ഒരുങ്ങി പൗഡറും ഒക്കെ ഇട്ട് ചീപ്പ് തലയൊക്കെ ഉയരി അവരിങ്ങനെ നോക്കും. പപ്പായുടെ വണ്ടിയാണോ? ദേ ആർ റെഡി. 4 മണിക്ക് പറഞ്ഞാലും 4 അല്ല 3 അവർ റെഡിയാ. കാര്യം ഏത് വണ്ടി വരുമ്പോഴും നോക്കും. പപ്പ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിൽ നിങ്ങളുടെ മനസ്സ് വെക്കരുത്, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ചില അടയാളങ്ങൾ ലക്ഷണങ്ങൾ ലോകത്തിലുണ്ട്. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അപ്പോസ്തലന്മാർ ചോദിച്ചു. കർത്താവേ, നിന്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും ലക്ഷണം എന്താണ്? വായിക്കാം. മർക്കോസ് 13:28-29. Mark chapter 13 verse 28 and 29. അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുവീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ, മതി സമയമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയാണ്, അത്തി തളിർക്കും. അപ്പോൾ അതിൻ്റെ കൊമ്പ് ഇളതാകുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയണം. ഇവിടെ അത്തി എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ആണ്. അവരുടെ ആത്മീക സ്ഥിതിയാണ് മുന്തിരി. എന്നാൽ അത്തി എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ഇസ്രയേലിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ്? AD 35 അടുത്ത വർഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ എന്നവർ ഏറ്റുവാങ്ങി. AD 70 അവരുടെ രാഷ്ട്രം അവർക്ക് നഷ്ടപ്പെട്ടു. ഏതാണ്ട് 138 അവർ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. ഒറ്റ ഒരുത്തൻ പോലും ദേശത്തില്ലാതെ വണ്ണം ആ ദേശത്തുനിന്ന് തൂത്തുവാരി അവരെ പുറത്താക്കി. ഹൻറിയാൽ എന്ന് പറയുന്ന ചക്രവർത്തി മുഖാന്തരം. എന്നാൽ ദൈവം പറഞ്ഞു, ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രയേലിന് ഉപദ്രവമുണ്ട്, എന്നാൽ ഞാൻ അവരെ റിസ്റ്റോർ ചെയ്യും. 1945 2ാം ലോക മഹായുദ്ധത്തിൽ ഇസ്രയേൽ മക്കൾക്ക് തങ്ങളുടെ രാജ്യം മടക്കി കിട്ടി.
അവർ ഇസ്രായേലിലേക്ക് 25 ലക്ഷം ജനങ്ങൾ മടങ്ങി വന്നു. 2018 അമേരിക്കയുടെ പ്രസിഡന്റ് അവർക്ക് യെരൂശലേം അവരുടെ ക്യാപിറ്റൽ സിറ്റിയായി ഡിക്ലെയർ ചെയ്തു. ഇന്ന് ഈ അത്തി തളർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് പോകുവാൻ എൻ്റെ മുൻപിൽ സമയം അനുവദിക്കുന്നില്ല. ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ പ്രൈസ് ദ ലോർഡ് സെഫന്യാവ് 2:2 മുതൽ 5 വരെയും ആമോസ് 1:5 മുതൽ 8 വരെയും പറയുന്നു, ഗാസ നിർജ്ജനമാകും, അവിടെ ഒന്നും ബാക്കി കാണുകയില്ല, കൽക്കുന്നാകും. ഇന്ന് ഗാസയുടെ ചർച്ചയില്ലല്ലോ. ഹമാസ് തീർന്നില്ലേ? എന്തുകൊണ്ട്? ഇസ്രയേൽ ശക്തിയുള്ള രാജ്യം. ലെബാനോനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, കുന്നായി തീർന്നിരിക്കുകയാണ്. ഇസ്രയേൽ വൻ ശക്തിയായി ലോകം അറിയുകയാണ്. പണ്ടത്തെ പോലെ മിഡിൽ ഈസ്റ്റ് ഒന്നും അങ്ങോട്ട് കയറി ആഞ്ഞടിക്കാൻ ധൈര്യം കാണിക്കുന്നില്ല. അവർക്കെല്ലാം പേടിയാ. കയ്യിലിരിക്കുന്ന പേജർ എപ്പോഴാണ് പൊട്ടുന്നതെന്നറിയത്തില്ല. കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനകത്ത് ഒരു മെസ്സേജ് വന്നാൽ മതി, പിന്നെ നിന്റെ അഡ്രസ്സ് കാണത്തില്ല. ഇതിൻ്റെ എല്ലാം സിസ്റ്റം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, അത്തി എന്ന യഹൂദൻ ഇന്ന് തളിർത്തൊരു വൻ വൃക്ഷമായി നിൽക്കുകയാണെങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, അവിടെ ഒരു ആലയം പണിയേണ്ടത് ആവശ്യമാണ്. ആലയം പണിയുന്നതിന് മുൻപ് കൊരിന്ത്യർ 3:16 പറയുന്ന ഈ ആലയം ഇവിടെ നിന്ന് എടുക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ ലേവ്യ ഗോത്രക്കാർക്ക് വസ്ത്രം വരെ തയ്ച്ചിട്ട് കഴിഞ്ഞു. ആലയത്തിലുള്ള പണികൾ പൂർത്തിയാകാൻ പോകുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ചോ, നാം ഈ ലോകത്തിൽ നിന്ന് പറക്കാനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചോ, ദൈവസഭ ഈ ലോകത്തിൽ നിന്ന് പറന്നു മാറുവാൻ പോകുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയമുള്ളവരെ, യേശു മടങ്ങി വരാൻ പോകുന്നു. യേശു മടങ്ങി വരാൻ പോകുന്നു. വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് ആമേൻ, ലോകത്തിൽ കാണുന്ന ആത്മീക ഗോളത്തിലെ അപകടകാരികൾ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. വായിച്ചേ, 2 തിമോത്തിയോസ് 3:1 മുതൽ 5 വരെ. 2 തിമോത്തിയോസ് 3:1 മുതൽ 5 വരെ വേഗത്തിൽ വായിച്ചാട്ടെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊള്ളുക. മനുഷ്യർ സ്വസ്നേഹികൾ. മനുഷ്യർ സ്വസ്നേഹികൾ ഓരോന്നും എടുത്തു പറയണം കേട്ടോ. കഴിഞ്ഞ ദിവസം കുടുംബമായിട്ട് ഫുഡിന് ഹോട്ടലിലിരിക്കുമ്പോൾ കെട്ടിയോൻ ഭർത്താവ് ചോദിക്കുക, എടാ മക്കളെ മമ്മി എന്ത് ചെയ്യുന്നു? മക്കള് പറഞ്ഞു, ഡാഡിയുടെ മുമ്പിൽ ഇരിക്കുന്ന ആരാ നോക്ക്. അപ്പോഴാ പുള്ളി മൊബൈലിൽ നിന്ന് കണ്ണുയർത്തി നോക്കുന്നു, ഭാര്യ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ എന്ന്. സ്വസ്നേഹികളാ. ഇന്ന് കുടുംബമായിട്ടിരുന്ന ആരെങ്കിലും TV നോക്കാറുണ്ടോ? ഇല്ല. എല്ലാവർക്കും പ്രൈവസി. എൻ്റെ സ്വന്തം കാര്യം. മനുഷ്യൻ സ്വസ്നേഹിയായി തന്നെ തന്നെ അങ്ങ് സ്നേഹിക്കുക. തന്നെ തന്നെ അങ്ങ് സ്നേഹിക്കുക, തന്നെ തന്നെ തീറ്റുക, തന്നെ തന്നെ കുടിപ്പിക്കുക, തന്നെ തന്നെ സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. തന്നെ കുറിച്ചുള്ള കരുതലേ ഉള്ളൂ. ചെറിയൊരു കാര്യം പറഞ്ഞാൽ മതി, കെട്ടിയോനെ പണിക്ക് പോ, ഞാൻ എൻ്റെ പണിക്ക് പോകും. ഇതൊക്കെ കണ്ട് പഠിക്കണം. ഇങ്ങനെ ഈ ലോകം എത്ര കാലം പോവും? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹി. എൻ്റെ പൊന്നു കർത്താവേ, ഒന്നും പറയണ്ട. ദ്രവ്യാഗ്രഹികളും വമ്പ് പൊങ്ങച്ചു അടിക്കുന്നവര്, വമ്പ് പറയുന്നവരും അഹങ്കാരികളും. ഇവിടൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം കേട്ടോ. അഹങ്കാരമൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. ഞാനെന്ന ഭാവമൊക്കെ. ഒന്നുമില്ല പ്രശംസിക്കാൻ, ഒന്നുമില്ലെന്നേ. വീട്ടുമുറ്റത്തെത്തിയിട്ട് വീട്ടിൽ കയറാൻ മനുഷ്യന് കഴിയുന്നില്ല. നിൽക്കുന്ന നിപ്പി പടഞ്ഞു വീഴുക. എന്തിൻ്റെ അഹങ്കാരം? അടുത്തത് വായിച്ചാട്ടെ. ഇതൊരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുക. അമ്മയപ്പന്മാരെ, അപ്പനെ അമ്മയും ദ്രോഹിക്കരുത്, അപ്പനെ അമ്മയും കരയിപ്പിക്കരുത്. അമ്മയപ്പന്മാരോടും പറയട്ടെ, മക്കളിൽ നിന്ന് വലിയ പ്രതീക്ഷ വെക്കരുത്. വലിയ പ്രതീക്ഷ വെച്ചാൽ നിങ്ങൾ കരയും കേട്ടോ. ഒരു പ്രതീക്ഷയും വേണ്ട. അവർ സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളത് ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. ഇല്ല പിന്നെ അമേരിക്ക വിടരുത്.
അമേരിക്ക വിടുകയും വേണം, മക്കളുടെ സുഖമെല്ലാം കിട്ടണമെന്ന് വെച്ചാൽ കിട്ടത്തില്ലെന്നേ. അത് അങ്ങനെ അമേരിക്ക. എല്ലാവരുടെയും കാര്യം എല്ലാവർക്കും എന്നെ വെടിവെച്ചേക്കരുതേ. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അമ്മയപ്പന്മാരെ അനുസരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഫിലദൽഫിയ നിൽക്കുമ്പോൾ അവിടുത്തെ പാസ്റ്ററുടെ വണ്ടി കൊടുക്കാനുണ്ട്. ഒരു ഹിന്ദിക്കാരൻ 3 പ്രാവശ്യം വണ്ടിക്ക് വേണ്ടി വന്നു. അവസാനം വന്നത് 2 അപ്പന്മാരെ ആയിട്ടാണ് വന്നത്. എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത 2 അപ്പന്മാരെ. ഒന്ന് അമ്മായിയപ്പനും ഒന്ന് സ്വന്തം അപ്പനും. ഈ ഒരു പഴയ വണ്ടി മേടിക്കാൻ വന്നതാണ്. ഈ 2 അപ്പന്മാരെയും വിളിച്ച് കാണിച്ചു. അവർ 2 പേരും വന്ന് നോക്കി. അവർ 2 പേരും ഒക്കെ എഴുന്നേക്കാൻ മേലാത്ത 2 പ്രായമുള്ള അപ്പന്മാരാണ്. എന്നിട്ട് പിടിച്ച് 2 പേരെ ഇരുത്തി തിരിച്ചു കൊണ്ട്. ഞാൻ ഓർത്തു, എന്തൊരു സംസ്കാരമാണല്ലേ, എന്തൊരു റെസ്പെക്റ്റാണല്ലേ. നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ നമ്മുടെ കൂടെ താമസിക്കുന്ന അപ്പനോട് പറയാറുണ്ടോ? ചോദിക്കാറുണ്ടോ? ആരാ അപ്പൻ? സോറി ടു സേ ഒരിക്കൽ അപ്പന് കൊടുത്ത ചിരട്ട എടുത്ത് എറിയുന്ന കണ്ടപ്പോൾ കൊച്ചുമോൻ ഓടിപ്പോയി എടുത്തു. അവൻ എടാ അഴുക്കാടാ കളയടാന്ന് പറഞ്ഞു. കൊച്ചു പറഞ്ഞു, അല്ല പപ്പ, എനിക്ക് വെക്കണം, പപ്പ വലുതാകുമ്പോഴും തരാനാണ്. സ്തോത്രം. We need a relation, close relation. Respect our parents, love our children. കുഞ്ഞുങ്ങളെ ഒരിക്കലും കോപിപ്പിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് ടെൻഷൻസ് ഉണ്ട്, ചലഞ്ചസ് ഉണ്ട്. അവർ പോകുന്ന സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. അവരോട് ആവശ്യമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കൂടുതലും പ്രാർത്ഥിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുക. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ച് നിൽക്കേണ്ട. പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക. അവർക്കുള്ളിൽ സ്നേഹമുണ്ട്. ഈ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. സ്തോത്രം. ഞാൻ മുന്നോട്ട് വേഗത്തിൽ പോകട്ടെ. അടുത്ത് വായിച്ചാട്ടെ. നന്ദി കെട്ടവർ. നന്ദിയില്ലാത്ത പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ ജീവിതത്തിൽ നമ്മെ നടത്തിയവരും കൈപിടിച്ചവരും വെള്ളം തന്നവരും ഒക്കെ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ നമ്മൾ ഓർക്കണം. നന്ദിയില്ലായ്മ കാണിക്കരുത്. എൻ്റെ കഴിവായിരുന്നു, എൻ്റെ മിടുക്കായിരുന്നു, എൻ്റെ നോളജായിരുന്നു, ഞാനങ്ങ് പോയതല്ലേ, നിങ്ങളെന്നാ ചെയ്ത്? നോ. നെവർ ബ്രേക്ക് ദ ഹാർട്ട്സ്. സോൾ, നെവർ ബ്രേക്ക് ദ സോൾ. ഇഫ് സോൾ ഈസ് ക്രൈയിങ്, ദാറ്റ് ഈസ് എ കർസ്. ആരുടെയും ഹൃദയം വേദനിപ്പിക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. കൈനോട് പറയാണ്, ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്ന പറയുന്നത്. രക്തം നിലവിളിക്കത്തില്ല, രക്തത്തിലാണ് സോള്. സോൾ ഈസ് ക്രൈയിങ്, ദാറ്റ് ഈസ് എ കർസ്. ആരുടെയും ഹൃദയം വേദനിപ്പിക്കല്ലേ. നമ്മളെ നടത്തിയ വഴികളൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മുന്നോട്ട് നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അപകടകാരികൾ ആത്മീക ജീവിതത്തിൽ, ആത്മീക ഗോളത്തിൽ നാം അത് തിരിച്ചറിയണം. 3, ഭൗതികവാദികളുടെ വർധനവ്. ഒരു വാക്യം മാത്രം വായിച്ചിട്ട് നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം. ലൂക്കോസ് 17:26 മുതൽ 30 വരെ. സ്തോത്രം. വായിക്കണമെന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് വായിക്കണമെന്നില്ല. അവിടെ പറയുന്നത്, നോഹിയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യർ തിന്നും കുടിച്ചും നട്ടും പണിതും വിവാഹത്തിന് കൊടുത്തും മേടിച്ചും പോരും. They are enjoying parties, eating, traveling, enjoying the world. ദൈവവചനം പറയുന്നു, അന്ത്യകാലത്തും അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ലോകം ഭൗതികവാദികളെ കൊണ്ട് നിറഞ്ഞു. ആത്മീയ കാര്യം പറഞ്ഞ ഈ പൊട്ടൻ എന്നതാ പ്രസംഗിക്കുന്നത്? ഈ കാലത്ത് ഇതിനാണോ വിലയുള്ളത്? ഭൗതികം, പ്രമോഷൻസ്, ഈ ലോകത്തിൻ്റെ ആഡംബരം, ശ്രേഷ്ഠത. ആത്മീക ജീവിതത്തിൽ നാം ചിന്തിക്കുക പ്രിയമുള്ളവരെ. ദൈവം നമ്മെ പറയുകയാണ്. ആമേൻ. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, അന്ത്യനാളിൽ ഭക്ഷിക്കുവാൻ മനുഷ്യന്, ഭോജ്യത്തിന് വേണ്ടി മനുഷ്യനായിത്തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. 21:34 അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ സൂക്ഷിക്കണം. നാം എന്തൊക്കെയാണ് അതുകൊണ്ട് ചെയ്യേണ്ടത്? മർക്കോസ് 13:33 സമയം പറഞ്ഞിട്ടില്ലായകയാൽ നിങ്ങൾ ഉണർന്നിരിക്കണം എന്ന് പറയുന്നു. മത്തായി 24:42 ഒരുങ്ങിയിരിക്കണം എന്ന് പറയുന്നു. അതിൻ്റെ 44 പ്രാർത്ഥിച്ചിരിക്കണമെന്ന് പറയുന്നു. 21:34 സൂക്ഷിക്കണമെന്ന് പറയുന്നു. അടുത്തത് കാത്തിരിക്കണമെന്ന് പറയുന്നു. കർത്താവിന് സ്തോത്രം. ഇതൊക്കെ നാം ചെയ്യണം.
ഞാൻ പറഞ്ഞത് പെട്ടെന്നായതുകൊണ്ട് പെട്ടെന്നൊന്ന് നോട്ട് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം, പ്രാർത്ഥിക്കണം, സൂക്ഷിക്കണം, കാത്തിരിക്കണം. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി അവൻ അതിവേഗം വരാൻ പോകുകയാണ്. നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് വരും. അതിവേഗം അവൻ വരാൻ പോകുകയാണ്. ഇന്ന് പകലിൽ എൻ്റെ കർത്താവിൻ്റെ വരവോ എൻ്റെ മരണമോ സംഭവിച്ചാൽ ഞാൻ അവനെ കാണുവാൻ, അവനെ എതിരേൽക്കുവാൻ ഞാൻ ഒരുങ്ങപ്പെട്ടിരിക്കുന്നു. ഈ മേശ എൻ്റെ മുൻപിൽ കാണുമ്പോൾ എന്നെ ഓർപ്പിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പാപത്തിനു വേണ്ടി ഒരുവൻ തകർക്കപ്പെട്ടു. അവൻ്റെ ശരീരവും രക്തവുമാണ് ഈ മേശ എന്നെ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൻ്റെ വരവിനായി ഒരുങ്ങി നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സഹായിക്കുമാറാകട്ടെ. നമുക്കൊരുങ്ങാം പ്രിയമുള്ളവരെ. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമുക്കൊരുങ്ങാം. ബുദ്ധിയുള്ള കന്യകമാർ അവർ ഉണർന്ന് പ്രാർത്ഥിക്കുവാനിടയായി, അവരുടെ വിളക്ക് എണ്ണ കരുതുവാനിടയായി ഒരുങ്ങുവാൻ നമുക്കിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരും. അടുത്ത ഞായറാഴ്ച നമ്മളിവിടെ കാണുമോ എന്ന് പറയാൻ കഴിയാത്തതുപോലെ അന്ത്യദിനം അടുത്ത് നിൽക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. അടയാളങ്ങൾ എത്ര പറയണം? പകർച്ചവ്യാധികൾ, രോഗങ്ങൾ, ജാതിയോടും രാജ്യത്തോടുമുള്ള എതിർപ്പുകൾ, ഇതെല്ലാം കാണുമ്പോൾ കർത്താവ് വാതിക്കലായിരിക്കുന്നു. അവൻ കടന്നു വരുവാൻ പോകുകയാണ്. കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ പോകുമെന്ന് ഉറപ്പുള്ളവർ ഒരു കാലിൽ ഒന്നൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവത്തോട് നമുക്കൊരു നിമിഷം നന്ദി പറയാം. ലോർഡ്, താങ്ക് യു ലോർഡ് ഫോർ ദ പ്രിപ്പറേഷൻ. ദൈവമേ, എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് ഒരു നിമിഷം പറയാം. രാജ്യത്വം പ്രാപിച്ചു താൻ ഭൂതലത്തിൽ 1000 ആണ്ട് വാഴാൻ വന്നിടുമ്പോൾ ശത്രുവാം സാത്താന്റെ മേൽ അവൻ തൻ്റെ വിധി പുറപ്പെടുവിച്ച് എന്നേക്കുമുള്ള രാജ്യം സ്ഥാപിച്ച് അതിൽ ഞാൻ പ്രവേശിക്കുന്ന മണിമകുടമായ ഒരു അവസരവും ഒരു സുപ്രഭാതവും എനിക്ക് സംഭവിക്കുവാൻ പോകുകയാണ്. കരങ്ങളെല്ലാവരും തട്ടി ഒരു സ്റ്റാൻസ് ഒന്ന് പാടാം. രാജ്യത്വം പ്രാപിച്ചു താൻ ഭൂതലത്തിൽ 1000 ആണ്ടു വാഴാൻ വന്നിടുമ്പോൾ രാജ്യത്വം പ്രാപിച്ചു താൻ ഭൂതലത്തിൽ 1000 ആണ്ടു വാഴാൻ വന്നിടുമ്പോൾ ശത്രുവാൻ സത്താനെ ബന്ധിച്ചിടുമേ. കരങ്ങളെ ചേർത്തടിച്ചു പാടിയാട്ടെ. സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം സന്തോഷം പ്രാപിക്കുമാവ് കർത്താവു താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി നീടും വൃഷഭരാട്ടല ഉജലബ. കരങ്ങളെ അടിച്ച് ആത്മാവിൽ പാടിയാട്ടെ. നമ്മുടെ ശരീരം ഉയർക്കും, നാം അക്ഷരായി രൂപാന്തരപ്പെടും, നിത്യത പ്രാപിക്കും, മൺമയമാകുന്നത് വിണ്ണമയായി ധരിക്കും. മണ്ണിൽ ഉറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാകേളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തോ വാനിൽ ചേർന്നിടുമേ. പെട്ടെന്നുയർത്തു തീരാത്ത സന്തോഷം ഹല്ലേലൂയ. തീരാത്ത സന്തോഷം ഉടബലഗദലഗ ശംദലാദലഗ സംതലരബൗഷബ ഹബ്സലബദലഗ സംതലേരിയ ഷബ്രൗഡലഗദല ഹബ്സനാദഗദഗരഗ സംതലരഗശിയ. എല്ലാ കരങ്ങളും അടിക്കട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രാക്കളെ പോലെ പറക്കുന്ന സമയം നമ്മുടെ മുൻപിൽ സമാഗതമായിരിക്കുകയാണ്. എൻ്റെ അരുമനാളൻ മടങ്ങി വരാൻ പോകുന്നു. ബുദ്ധിയുള്ള കന്യകമാർ മാറ്റപ്പെടാൻ പോകുകയാണ്. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. കാത്തിരിപ്പാൻ, ഒരുങ്ങിയിരിപ്പാൻ, വിശുദ്ധരായിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ശത്രു ഞങ്ങളുടെ വിരുദ് തെറ്റിക്കരുതേ. കൃപയിൽ ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. യേശു വന്നു പോയതിനു ശേഷമായിരിക്കും സഭയിൽ വലിയൊരു കൂട്ടം വരാൻ പോകുന്നത്. അന്നിവിടെ പാസ്റ്റർ കാണത്തില്ല,
അന്ന് ഇവിടെ കിടന്ന് ചങ്കത്തടിച്ച് നിലവിളിക്കും, എനിക്കൊരവസരം കൂടെ തരണമെന്ന്. പക്ഷെ അന്ന് അവസരം കാണുകയില്ല. ഒരേ ഒരവസരം, എൻ്റെ കർത്താവ് വരുമ്പോൾ ഒരുങ്ങിയിരിക്കുന്ന വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ അവനോടുകൂടെ ഒടുക്കപ്പെടും, അവനോടുകൂടെ എടുക്കപ്പെടും. പശ്ചാത്തപിച്ച് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് വരാറായി. പ്ലീസ് ബി സീറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്.